അവരെത്തി. ഇതെന്താ പാലിയേറ്റീവ് കെയർ വീടോ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? വെറുതെ ഇത് അച്ഛമ്മയാണ്. നീ എന്താ ഇങ്ങനെ? എന്താ വിക്രം, ഞങ്ങൾക്ക് എന്താ ഇങ്ങോട്ട് വന്നുകൂടെ? അതോ ഇനി അതിനും മുൻകൂർ അനുവാദം വാങ്ങണം? അല്ല, വിക്രം നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. അത് പിന്നെ വർഷ താങ്ങി സ്റ്റെയർ കേസ് കയറിയതിന്റെ വേർപ്പാ. ഓ അങ്ങനെ. അല്ല, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പിരിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആശുപത്രിയിൽ വെച്ച് വർഷയുടെ അവസ്ഥയും സങ്കടമൊക്കെ കണ്ടപ്പോ വന്ദനയ്ക്ക് ആകെ ഒരു ടെൻഷൻ. പക്ഷേ വീണ്ടും കാണണമെന്ന് പറഞ്ഞ ഒരേ പിടിവാശി, അതാ വന്നത്. എനിക്ക് വർഷാന്റെ കാണണം അങ്കിളെ. വർഷ എവിടെ? അവള് നല്ല മയക്കത്തിലാ. ഇപ്പൊ ഉണർത്താൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വന്നാ മതി. പാവം, ഉറങ്ങിക്കോട്ടെ. വിക്രം എന്തിനാ വെറുതെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? വർഷയെ ഒന്ന് കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അബോഷനായ ഒരു പെണ്ണിന്റെ അവസ്ഥ വന്ദനച്ചിക്ക് അറിയില്ലല്ലോ. വർഷ ആകെ ടയർഡാ. വിളിച്ചുണർത്തുന്നത് ക്രൂരതയാ. വിളിച്ചുണർത്തുന്നൊന്നുമില്ല, ഒന്ന് കണ്ടാൽ മാത്രം മതി. എന്തായാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പ്ലീസ്, എന്താ ഇത്? ശല്യം ചെയ്തൊന്ന് പൊയ്ക്കൂടെ നിങ്ങൾക്ക്? ഇവിടെ നഷ്ടം സംഭവിച്ചത് വർഷയ്ക്ക് മാത്രമല്ല, എനിക്കും കൂടെ. എന്റെ കുഞ്ഞ, എന്റെ സ്വപ്നം ഇല്ലാതായത്. പ്ലീസ് ഉപദ്രവിക്കരുത്. അനിയത്തിയെ ചേച്ചിക്ക് കാണണമെന്നുള്ളത് ന്യായമായൊരു ആവശ്യം. വിക്രം സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ കയറി കണ്ടിരിക്കും. എന്നാ പിന്നെ ഇങ്ങനെ പിടിവാശിയൊന്നും വേണ്ട. നിങ്ങൾക്ക് കയറി കാണാം. നിങ്ങളിപ്പോ വന്ന വർഷയെ കാണാനോ അതോ നിരഞ്ജന് വേണ്ടി ചെങ്ങാത്തം കൂടാനോ? അല്ല, ദീമോളെവിടെ? മോളെ 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 ദീമോളെ ദീമോളെ മോളെ.
നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് നിനക്ക് സങ്കല്പങ്ങളൊന്നുമില്ലേ? കുഞ്ഞ് പറക്കുന്നതിന് മുമ്പ് അമിതമായ സങ്കല്പങ്ങളൊന്നും പാടില്ലെന്നാ അച്ഛമ്മ പറയുന്നേ. എന്തായാലും ഉണ്ടാവുമല്ലോ. ഏതൊരു പെണ്ണിനും അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ. ഏട്ടനെ ഒരു സിനിമ പാട്ട് കേട്ടിട്ടില്ലേ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം.